ഷൊർണൂർ മണ്ഡലം നിലനിർത്താൻ പി മമ്മിക്കുട്ടിയെ CPM വീണ്ടും കളത്തിലിറക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നില്ല. 36,674 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി മമ്മിക്കുട്ടി വിജയിച്ചു കയറിയത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ മേധാവിത്വം ഇടതുമുന്നണിക്കുള്ള മണ്ഡലമാണ് ഷൊർണൂർ. 2011 ഷൊർണൂർ നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത്. ഷൊർണൂർ, ചെർപ്പളശ്ശേരി നഗരസഭകളും ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി, ചളവറ, നെല്ലായ, തൃക്കിടിരി, വാണിയംകുളം, വെള്ളിനേഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളുമാണ് ഷൊർണൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. CPMൽ നിന്നുള്ള K. സലീഖയാണ് 2011 മണ്ഡലത്തിൽ നിന്നും ആദ്യം വിജയിച്ച് MLA ആയത്. പിന്നീട് 2016 നടന്ന തിരഞ്ഞെടുപ്പിൽ PK ശശി ഷൊർണൂരിൻ്റെ MLA ആയി. 2021 പി മമ്മിക്കുട്ടി ഷൊർണൂരിൽ നിന്നും വിജയിച്ചു. ഇടതുകോട്ടയെന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ നിന്നും 3 സ്ഥാനാർത്ഥികളും വിജയിച്ചു കയറിയത് വൻ ഭൂരിപക്ഷത്തിൽ. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 36,674 വോട്ടുകൾക്കായിരുന്നു പി മമ്മിക്കുട്ടിയുടെ വിജയം. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചാൽ ഈ ഭൂരിപക്ഷം വെറും 3,751 വോട്ടുകളിലേക്ക് ചുരുങ്ങി. എന്നാൽ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ വലതു തരംഗത്തിനിടയിലും 23,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ LDFന് നേടാനായി. പി മമ്മിക്കുട്ടിയെ CPM വീണ്ടും മണ്ഡലത്തിൽ മത്സരത്തിനിറക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വയ്ക്കുന്നില്ല. മണ്ഡലത്തിലെ ചെർപ്പളശ്ശേരി, ഷൊർണൂർ നഗരസഭകളും അനങ്ങനടി, തൃക്കിടിരി, വെള്ളിനേഴി, വാണിയംകുളം പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ചളവറയിലും നെല്ലായയിലുമാണ് UDFന് ഭരണമുള്ളത്. ചളവറയിൽ നറുക്കെടുപ്പിലൂടെയാണ് UDFന് ഭരണം ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥികളായി എത്ര ശക്തർ വന്നാലും മണ്ഡലത്തിലെ കുത്തക നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് 2026-ലും ഷൊർണൂരിൽ ഇടതുമുന്നണി അംഗത്തിനിറങ്ങിയിട്ടുള്ളത്. ജില്ലയിൽ CPMൽ നിന്നും മത്സരരംഗത്തുള്ള മുതിർന്ന നേതാവ് കൂടിയാണ് പി മമ്മിക്കുട്ടി. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.